പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വാഹന ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന നോ കീ ഫോർ കിഡ്സ് ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ റോഡ് സേഫ്റ്റി കേഡറ്റ് യൂണിറ്റായ കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി സ്കൂളിലെ റോഡ് സേഫ്റ്റി കേഡറ്റുകൾ മാവേലിക്കര സബ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ RTO സജി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വാഹന ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നോ കീ ഫോർ കിഡ്സ് എന്ന ക്യാമ്പയിനുമായി രംഗത്തെത്തിയത് ശ്രദ്ധേയമാകുന്നു. നിരത്തിൽ വാഹനമോടിക്കുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടി ഡ്രൈവർമാരെയും രക്ഷകർത്താക്കളെയും അതിന്റെ ഭവിഷ്യത്തുകളും അപകട സാധ്യതകളും ബോധ്യപ്പെടുത്തുക, നിയമലംഘകർക്കുള്ള കർശന നടപടിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മാവേലിക്കര സബ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ നോ കീ ഫോർ കിഡ്സ് എന്ന ക്യാമ്പയിന്റെ ചുവട് പിടിച്ച് സംസ്ഥാനത്തെ ആദ്യത്തെ റോഡ് സേഫ്റ്റി കേഡറ്റ് യൂണിറ്റായ കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി സ്കൂളിലെ റോഡ് സേഫ്റ്റി കേഡറ്റുകൾ വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് വാഹനത്തിന്റെ കീ നൽകരുത് എന്നതിന് പ്രതീകാത്മകമായി ഒരു വലിയ കീയുടെ രൂപമുണ്ടാക്കി അതുമായി നിരത്തിലിറങ്ങി രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ബോധവൽക്കരണം നടത്തുകയായിരുന്നു സ്കൂളിലെ വിദ്യാർത്ഥികൾ. പദ്ധതിയുടെ ഉദ്ഘാടനം ആലപ്പുഴ RTO സജി പ്രസാദ് നിർവഹിച്ചു. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇനി കൊടുക്കുമോ? ഇല്ല, കൊടുക്കാതെ. കൊടുക്കുവാണെങ്കിൽ അങ്കിളിന് 3 വർഷം തടവുണ്ട്, 25,000 രൂപ പിഴയുണ്ട്. അപ്പം കൊടുക്കരുത്, നമ്മുടെ സേഫ്റ്റിക്കാണ്. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സീറ്റ് പറയുന്ന ലൈസൻസ് കിട്ടാൻ പാടുള്ളൂ. ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ കൊടുക്കൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് സേഫ്റ്റി വോളണ്ടിയേഴ്സിനെ വാർത്തെടുക്കാൻ വേണ്ടി അവരുടെ ഒരു എളിയ ശ്രമം, കൂട്ടായ ശ്രമമാണ്. സത്യം പറഞ്ഞാൽ ഞാനാണ് RTO ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും ഞാൻ അവർക്ക് വേണ്ട എന്താ പറയുക സപ്പോർട്ട് ഇത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് തന്നുള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യമുണ്ട്, കാലാകാലങ്ങളിൽ നമുക്ക് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും 2 മിനിറ്റ് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഒരു മോനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കും, മോനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. 1 മിനിറ്റ് 2 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താ കാര്യം എന്ന് വെച്ചാൽ മോനെ നമ്മളിപ്പോൾ നിങ്ങളിവിടെ യൂണിഫോം ഇട്ടുകൊണ്ടൊക്കെ നിൽക്കും അല്ലേ? RTO വന്നു, നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടിപ്പിക്കുക. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റോ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ ഈ ഒരു ലക്ഷ്യമുണ്ട് ഇതില്ലേ, നമ്മൾ കുട്ടികൾക്ക് ഈ വാഹനം ഓടിക്കാൻ കൊടുക്കരുത്. അതാണല്ലോ ആപ്തവാക്യം. അപ്പോൾ ഈ സന്ദേശം ഇത് പറയാൻ വേണ്ടി നിങ്ങളെ റോഡ് വാളണ്ടിയേഴ്സായിട്ട് എടുക്കുമ്പോൾ ഞാൻ സത്യം പറയുന്നു, നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾക്ക് അതിനകത്ത് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കൂ. RTO പറയാം. റോഡുകളിൽ മാത്രമല്ല സമൂഹത്തിലും ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി വളർന്നു വരുവാൻ സ്കൂൾ തരത്തിലുള്ള ഇത്തരം പരിപാടികൾ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളോടൊപ്പം മാവേലിക്കര ജോയിന്റ് RTO MG മനോജ്, MBI സജു P ചന്ദ്രൻ എന്നിവരും പ്രധാന അധ്യാപികയായ മായ KP, സേഫ്റ്റി കേഡറ്റ് കോർഡിനേറ്റർമാരായ അധ്യാപകർ വീണാകൃഷ്ണൻ, പ്രസന്നൻ, അനീഷ് അസീസ്, രാഹുൽ R നായർ, അനന്തു M നമ്പൂതിരി എന്നിവരും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. 18 വയസ്സ് കഴിയാണ്ട് വണ്ടി ഓടിക്കുന്നവർക്കെതിരെയുള്ള ശിക്ഷയെ പറ്റിയിട്ട് പറയുന്നു. ഇതിന് നോ കീ ഫോർ കിഡ്സ് എന്ന ക്യാമ്പയിനാണ് ഇന്ന് ഈ സ്കൂളിൽ നടന്നത്. ഇവിടെ വന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ബോധവൽക്കരണ ക്ലാസ് ഞങ്ങൾ നടത്തി. 18 വയസ്സ് കഴിയാണ്ട് വണ്ടി ഓടിക്കുന്ന കുട്ടികൾക്ക് 25,000 രൂപ പിഴയും 3 വർഷം തടവും പേരൻസിന് ഇൻഷുറൻസും കിട്ടുന്നില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇവിടെ നടന്നത്. CDNet ന്യൂസ്, കായംകുളം.